എല്ലാവർക്കും തേജസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ മുത്തശ്ശിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ടെറസിൽ കൃഷിയുണ്ട്, കുറേ പച്ചക്കറീനും പൂക്കളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിലൂടെ ചുറ്റി നടന്നിട്ട് എല്ലാം പരിചയപ്പെടുത്തി തരാൻ പോവാണ്. അപ്പോൾ ടെറസിൽ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് തുളസിയാണ്. അപ്പോൾ ഇതിന് നല്ലൊരു മണമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ പുതിനയുണ്ട്. പിന്നെ ഇതാണ് വഴുതനങ്ങയിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളരിക്കേണ്ട ചെടിയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ വെള്ളരിക്കേണ്ട ചെടിയുണ്ട്. ഇത് ബാൽസം ചെടിയാണ്. ഇവിടെ ഫുള്ള് പിന്നെ അങ്ങോട്ടും ബാൽസം ഉണ്ട്. പിന്നെ ഈ ബാൽസത്തിന് ഇവിടെ എന്തോ പത പോലെയൊക്കെ കാണുന്നുണ്ട്. അതെന്തോ ജീവൻ്റെ മുട്ടയാണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ജീരനെ പരിചയപ്പെടാം. ഒന്നുമല്ല, ഇതാണ് സാമ്പാർ ജീര. പണ്ടൊക്കെ ഇത് സാമ്പാർ വയ്ക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇപ്പം ഇത് നല്ല കുറവാണ്. ഇന്നലെയായിരുന്നു ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഞങ്ങളുടെ മാമൻ ഇതും കൊണ്ട് സാമ്പാറൊക്കെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ചേന. ഇത് ചേനയ്ക്ക് ഒരു ഇല മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് ഇങ്ങനെ കുറേ ഇത് വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ വരെയുണ്ട് ഇതിൻ്റെ തണ്ട്. ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വഴുതന. ഇതിൻ്റെ ഇല ഇങ്ങനത്തെ ഇലയാണ്. പിന്നെ ഇവിടെ വഴുതനങ്ങ കായ ഉണ്ടായിട്ടുണ്ട്. ഈ കവർ ഇട്ടേക്കുന്നത് പ്രാണികളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഒരു വാവയുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ടെറസിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ വാവൻ്റെ പേരാണ് ടിഷ്യൂ വാവ. ഇതിന് കുറച്ച് പൊക്കം കുറവായിരിക്കും. ടിഷ്യൂ വാവയ്ക്ക് കൊല ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ 2 ടിഷ്യൂ വാവയുണ്ട്. അപ്പോൾ ഇവിടെ കൊലയുണ്ട്. ഇത് അവിടെ വരെ വളരുള്ളൂ. ഇവിടെ ഫുള്ള് പയറാണ്. എൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രോ ബാഗിൽ വെള്ളച്ചീര നട്ടിട്ടുണ്ട്. ഈ വെള്ളച്ചീര കണ്ണിന് നല്ലതാണ്. പിന്നെ ഈ ഇരുമ്പ് സത്തും കണ്ണിന് നല്ല ഇത് കിട്ടുന്ന വിറ്റാമിൻ എല്ലാം ഇതിലുണ്ട്. ഇവിടെ ഫുള്ള് പൊട്ടുവെള്ളരി ഉണ്ട്. നമ്മൾ സാലഡ് ഉണ്ടാക്കുന്ന പൊട്ടുവെള്ളരി അത് പച്ചയ്ക്കും വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടെ പൂവുണ്ടായിട്ട് കായ ഉണ്ടായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ മുള്ളു പോലെ ഇത് കാണാം. അപ്പോൾ ഇവിടെ ഒരു കപ്പ നട്ടിട്ടുണ്ട്. സാധാരണ കപ്പ നിങ്ങളെല്ലാവരും മണ്ണിൽ നടന്നു കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ കവറിലാണ് നട്ടേക്കുന്നത്. അതുകൊണ്ട് കവർ നട്ടാലും നമുക്ക് മണ്ണിൽ ഉള്ള പോലെ തന്നെ വിളവ് നല്ലോണം കിട്ടും. ഇവിടെ 5 പാത്രങ്ങളിലായിട്ട് മുളക് നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ മഞ്ഞ ചെത്തികളുണ്ട്, കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ചെത്തീൻ്റെ തന്നെ ഒരു കൂട്ടാണ്. പിന്നെ ഇവിടെ ചെമ്പരത്തി ചെടിയുണ്ട്. പൂവൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും മഞ്ഞ ചെമ്പരത്തിയാണ്, പക്ഷെ പൂവൊന്നും ഇട്ടില്ല. ഇതാണ് നീലക്കൊടുവേലി. ഇതൊരു ഔഷധ സസ്യമാണ്. ഞങ്ങളിത് മാംഗോ മെഡോസിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നട്ടു വളർത്തിയതാണ്. പിന്നെ ഇതാണ് തുമ്പ. തുമ്പ ഒരു ഔഷധ സസ്യം തന്നെയാണ്. ഇതിവിടെ കുറേ ഉണ്ട്. പിന്നെ ഇതാണ് മഞ്ഞക്കൊളാമ്പി. ഇതിലൊക്കെ ഒരു പൂവിട്ടിട്ട് ഇവിടെ കുറേ മുട്ടകളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ചുമന്ന ചെത്തി. ഇതിലിപ്പോൾ പൂവൊന്നുമില്ല, മുട്ടുണ്ട് ഇവിടെ. ഇതാണ് ബാൽസം. ഇതും ഒരു ബാൽസം തന്നെയാണ്. പിന്നെ ഇതിന് പിങ്ക് കളറാണ്. ഇതും ചെത്തി തന്നെയാണ്, പക്ഷെ ഇതിൻ്റെ പൂ പിങ്ക് കളറാണ്. ഇതെന്ത് പൂവെന്ന് അറിയില്ല, പക്ഷെ നല്ല കളറാണ്. അത് അടുത്ത പാർട്ടിൽ കുഞ്ഞച്ചനോടുകൂടി ഞാൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ കുഞ്ഞച്ചൻ പറഞ്ഞു തരും. പിന്നെ ഇതാണ് എരിക്ക്. ഇത് നമുക്കിപ്പോൾ എല്ലാവർക്കും നടുവേദന കാലുവേദനയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിനൊക്കെ നല്ലൊരു ഇതാണ് എരിക്ക്. ഇതിൻ്റെ ഇല വാട്ടി നമ്മുടെ വേദനയുള്ള സ്ഥലത്തെല്ലാം വെച്ച് നല്ല ആശ്വാസം കിട്ടുന്നതാണ് മുത്തശ്ശിമാർ പറയണത്. പിന്നെ ഇത് വെള്ളരിക്കാണ്. അതിന് നല്ല ഔഷധ ഗുണം ഉണ്ടാവും. ഇത് നീലക്കോളാമ്പിയാണ്. നേരത്തെ അവിടെ മഞ്ഞക്കോളാമ്പി കണ്ട പോലെ തന്നെ ചെറുതാണ്. ഇത് പിന്നെ കുറച്ച് നീല കളറുമാണ്. പിന്നെ ഇതും ഒരു എരിക്ക് തന്നെയാണ്. ഇതാണ് നീല എരിക്ക്. ഇത് സന്ധി വേദനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിന് നീല കളറായിരിക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് പുളിയാറില. ഇതിൻ്റെ ഇലയ്ക്ക് ഒരു പുളി രസം ഉണ്ടാകും. ഇത് സാധാരണ നിലത്ത് പടർന്ന് എടുക്കുന്നതാണ്. ഈ ഡ്രമ്മിൽ ചെമ്പരത്തിൻ്റെ കൂടെ തന്നെ ഇത് പടർന്നു കളിക്കുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ട്. പുളിയില്ലേ? ഈ പച്ചക്കറി നിങ്ങളെല്ലാവരും കടയിലേക്ക് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ചെടിയിലിരിക്കുന്നത് കണ്ടത് കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ഇതാണ് പീച്ചിങ്ങ. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെയാണ്. ഇതൊരു പടർന്നു പോണ ചെടിയാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഉണ്ടാവുന്ന കാ നല്ല നീളത്തിലായിരിക്കും. ഇതൊരു ചെടിയാണ്, നമ്മളെല്ലാവരും കഴിച്ച ഒരു സാധനമാണ്. ഇതിപ്പോൾ കായൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ഇതിൻ്റെ പേരും അറിയില്ല. അപ്പോൾ ഈ ചെടി എന്താണെന്ന് അറിയണവർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതിൽ ശരിയായിട്ട് കമൻറ്റ് ചെയ്തവരുടെ പേര് ഞാൻ ഇനിയൊരു വീഡിയോയിൽ പറയും. പിന്നെ ഇതാണ് താമര. ഇവിടെ ചെറിയ ചെറിയ ഇലകളൊക്കെ ഇതിലുണ്ടായിട്ടുണ്ട്, പൂവ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ തീർക്കുവാണ്. ഇപ്പം
ഞങ്ങളുടെ ഈ ടെറസിലെ കൃഷിയെല്ലാം ഒന്ന് പരിചയപ്പെടുത്തിയുള്ളൂ. ഇതിന്റെ കൃഷി രീതികളും നനയ്ക്കലും ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതെല്ലാം അടുത്ത പാർട്ടിൽ ഇന്റർവ്യൂ നടത്തും കുഞ്ഞച്ചനോട്. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കഴിഞ്ഞു. സബ്സ്ക്രൈബ്, ലൈക്ക്.